ഇങ്ങനെ പിടിച്ചു കൊടുക്കാം, താഴോട്ട് പിടിക്കും. നിങ്ങളുടെ ഇങ്ങനെ പിടിക്കണം. എവിടെയാണെങ്കിൽ നിൽക്കുന്നു. ഇനി അവിടെ ഒന്നോടെ ഒന്ന് ഇല്ല, അങ്ങനെ നിങ്ങൾ പച്ചിൽ പിടിക്കാതെ വിരലിലിരിക്കണോ? കാണാൻ കഴിയാത്തവർക്ക് നമ്മൾ ചിലപ്പോൾ പണ്ട് കൃമി എന്നാ പറഞ്ഞത്. കൃമി അപ്പോൾ ഒരു കൃമിയാണ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു പ്രയോഗവുമാണ്. ഞാൻ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ കഴിയാത്തതാവാൻ ചിലപ്പോൾ കൃമി, കാണാൻ കഴിയുന്ന ഏറ്റവും സൂക്ഷ്മജീവി ചിലപ്പോൾ കൃമി എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കൃമി വിചാരിച്ചപ്പോൾ 2 വർഷത്തോളം ലോകം അടഞ്ഞു കിടന്നു. ഇപ്പോഴാണ് നമുക്ക് ആ വീഡിയോസ് കളക്ട് ചെയ്യുന്നത്. 2 വർഷത്തോളം ഈ ഭൂമി അടഞ്ഞു കിടന്നു. അതൊരു കൃമി വിചാരിച്ചപ്പോഴാണ്. എന്താ കൃമിയുടെ പേര്? ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ കൊറോണ കൃമി, വായുമൂലമൊക്കെ കോവിഡ് 19. നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും മോശമായിട്ട് അഗണ്യ കോടിയിൽ തള്ളേണ്ടവരെയാണ് നമ്മൾ കൃമി എന്ന് പറയുന്നത്. പക്ഷെ ഇനി നിങ്ങൾ ആരും കൃമി എന്ന് പറയരുത്. കാരണം എന്താ? കൃമിക്ക് അതിൻ്റെ ശക്തി തെളിയിക്കാൻ അവസരം കിട്ടി, നമുക്കത് കാണിച്ചു തന്നു, ഊർജ്ജദായിനി വന്നതുകൊണ്ടാണ്. അല്ലെ, എൻ്റെ ശബ്ദം പുറകിരിക്കുന്നവർ കേട്ടൂടെ? കേൾക്കാലോ? കേൾക്കാം. എന്നാ പിന്നെ ശബ്ദം കൂട്ടേണ്ട കാര്യമില്ല. കോടാനുകോടി ജീവികളുണ്ട് പ്രപഞ്ചത്തിൽ. കണ്ണിൽ കാണാൻ കഴിയുന്നവ, കാണാൻ കഴിയാത്തവ. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത്, കരയിൽ ജീവിക്കുന്നത്, വെള്ളത്തിലും കരയിലും കൂടി ജീവിക്കുന്നത്, എഴയുന്നത്, നടക്കുന്നത്, പറക്കുന്നത്, പല രൂപത്തിലും. ഭീമാകാരമായ വലിപ്പം കടലിലുമുണ്ട്, കരയിലുള്ളതും. കരയിലുള്ളവരൊക്കെ നമ്മൾ ഏതാണ്ട് മരിക്കും. മരിക്കാത്തവർക്ക് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്, കൊല്ലുന്നതിന് നിയമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ തൊട്ടു മുമ്പത്തെ ജീവി വിചാരിക്കുന്ന ചിമ്പാൻസി തമ്മിലുള്ള സാമ്യം 99.7% സാമ്യം, വ്യത്യാസമല്ല, സാമ്യം. കേട്ടോ? അപ്പൊ വ്യത്യാസം എത്രയാണ്? 0.3%, 0.3 എന്ന് പറയും. ഏതാ ഈ വ്യത്യാസപ്പെടുന്ന 0.3, 0.3%? മറ്റ് ജീവികൾക്ക് സംസാരശേഷിയില്ല, മനുഷ്യൻ സംസാരിക്കും. മറ്റ് ജീവികൾ ശബ്ദമുണ്ടാക്കും, ചിമ്പാൻസി ശബ്ദമുണ്ടാക്കും. മനുഷ്യൻ ശബ്ദിക്കുകയല്ല, മനുഷ്യന്റെ ശബ്ദത്തെ നമ്മൾ പറയുന്നത് ഭാഷയാണ്. സിംഹം ഏത് നാട്ടിലായാലും ശബ്ദിക്കുന്നത് ഒരേപോലെയാണ്. കടുവ ഗർജിക്കുന്നത്, സിംഹവും കടുവയും ഗർജിക്കുന്നതാണ്, ഗർജിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. കാക്കയോ, ചിതറയിലെ കാക്കയായാലും കാസർഗോഡെ കാക്കയായാലും അറേബ്യയിലെ കാക്കയായാലും ആഫ്രിക്കയിലെ കാക്കയായാലും ശബ്ദിക്കുന്നത് കാക്ക എന്ന് തന്നെയാണ്. ഇംഗ്ലീഷുകാരത് കേട്ടപ്പോൾ ക്രോ ക്രോ എന്ന് തോന്നിയതാണ്. ശബ്ദിക്കുന്ന ഒരേ രൂപത്തിൽ. നായ മോങ്ങുന്നതോ, പൂച്ച കരയുന്നതോ. എന്നാൽ മനുഷ്യനോ? മനുഷ്യൻ വ്യത്യസ്ത രൂപത്തിലാണ്. ഈ വ്യത്യസ്ത രൂപത്തിലായതാണ് മനുഷ്യന്റെ ശബ്ദത്തെയാണ് ഭാഷ എന്ന് പറയുന്നത്. അത്തരത്തിൽ 11,000 ഭാഷകൾ ഈ ലോകത്തിലുണ്ട് എന്നാണ് യുനെസ്കോയുടെ കണക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാംസ്കാരിക വിഭാഗമാണ് യുനെസ്കോ. ആ യുനെസ്കോ പറയുന്നത് 11,000 ഭാഷകൾ ഈ ഭൂമുഖത്ത് ഉണ്ട് എന്നാണ്. ചിലത് അപ്രത്യക്ഷമായിട്ടുണ്ട്, എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നു. മറ്റു ചിലത് ഭീഷണി നേരിടുന്ന, വംശനാശ
വംശനാശ ഭീഷണി നേടുന്ന എൻഡേഞ്ചേർഡ് എന്ന് പറയും. 10 പേരെങ്കിലും മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഭാഷയായിട്ട് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളത്. 10 പേരെങ്കിലും തങ്ങളുടെ മാതൃഭാഷയായിട്ട് ഒരു ഭാഷയെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ യുനെസ്കോയുടെ പട്ടികയിൽപ്പെടുത്തും. അങ്ങനെയാണ് ഈ 11,000. ഇന്ത്യയിൽ ഏതാണ്ട് 2000-ലധികം ഭാഷകളുണ്ടെന്നാണ് കണക്ക്. നമ്മൾ നെറ്റിലോട്ട് നോക്കിയാൽ ഏതാണ്ട് 600-700 കാണും. പക്ഷേ 2000-ലധികം ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ആ കണക്ക് നോക്കിയാൽ ആകെയുള്ള ജനസംഖ്യയിൽ 18% പേര് ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകളുണ്ട്. നമ്മൾ അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളാണ്. 1956 സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഭാഷാ സംസ്ഥാനങ്ങളെന്നാണ് പറയുന്നത്. അന്ന് 14 ഭാഷകളെയാണ് അംഗീകരിച്ചത്. 14 സംസ്ഥാനങ്ങളും 14 ഭാഷകൾ. ഇപ്പോൾ 22 ഭാഷകളെ അംഗീകരിച്ചിട്ടുണ്ട്. 30ഓളം ഭാഷകളിപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുകയാണ് 8ാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. അത്